ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഞാനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ വൈകുന്നേരം ബേപ്പൂർ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയും കൂടി എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ രാവിലെ ഓട്ടട ആയിരുന്നു ചായക്ക് കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മീൻ കറിയും കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മുറ്റത്തുനിന്ന് മാവുന്നൊരു മാങ്ങ വീണ് കിട്ടിയിരുന്നു. അപ്പോൾ മോളത് മുറിക്കുകയാണ്. അവൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്യായിരുന്നു. റീൽസിലൊക്കെ കാണുന്ന പോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മറിച്ചിടുമ്പോൾ ഇങ്ങനെ പീസായിട്ട് വരുന്ന പോലെ ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ മാവുമെന്ന് ഉണ്ടായ മാങ്ങയാണ്. കുറേ മാവുണ്ട് ഇവിടെ. ഇപ്പോൾ കുറേ വെട്ടി ഇനിയിപ്പോൾ 2-3 മാവേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് മാങ്ങ ഉള്ളത്. അപ്പോൾ കിട്ടാനൊക്കെ ഭയങ്കര പണിയാണ്. അപ്പോൾ താഴെ വീണിട്ട് കാറ്റിനൊക്കെ വീണ് കിട്ടുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. മുകളിലായതുകൊണ്ട് പറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ മോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ശരിയായിട്ടില്ല. ഇനി അത് കഴിഞ്ഞപ്പോൾ ചക്ക ഉണ്ടായിരുന്നു. തറവാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് വെച്ച ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുറിച്ച് നോക്കി. അപ്പോൾ നന്നായിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു ചക്ക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉള്ളത് പഴഞ്ചക്കയാണ്. അതും കിട്ടാൻ ഭയങ്കര പണിയാണ് മുകളിലായതുകൊണ്ട്. ഇത് തറവാട്ടിൽ മാത്രമേ ഉള്ളൂ വരിക്കച്ചക്ക. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ചക്കയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത് ബേപ്പൂരിലേക്ക്. അപ്പോൾ ബേപ്പൂരിൽ ഒരു 4 മണി 5 മണിയൊക്കെ ആവുന്ന സമയത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ മഴക്കാറ് നല്ലോണം ഉണ്ട്. വല്ലാണ്ട് ഒരു മൂടിയ ഒരു കാലാവസ്ഥയായിരുന്നു. മഴ പെയ്യുമോയെന്നൊരു ഡൗട്ടിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ വല്യപ്പ. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് വല്യമ്മയും പിന്നെ എൻ്റെ കുട്ടികളും. എൻ്റെ ഉമ്മയും ഉപ്പയൊന്നും ഇവിടെ ഇല്ല. പിന്നെ എന്തായാലും പോകാമെന്ന് പ്ലാൻ ചെയ്തല്ലേ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മഴ പെയ്തിട്ടില്ല, പക്ഷേ നല്ല കാറുണ്ടായിരുന്നു. കുറേ ആയി ഞങ്ങൾ ബേപ്പൂരിലേക്ക് വന്നിട്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ സൈഡിലൊക്കെ തോണിയൊക്കെ നോക്കി നിന്ന്. മോൻക്ക് തോണിയൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിൽ കയറണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ മഴ പെയ്യുമോയെന്നൊരു ഡൗട്ട്. അപ്പോൾ പിന്നെ കയറിയില്ല. അപ്പോൾ നമുക്ക് വേഗം തിരിച്ചു പോവാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എന്നാൽ അവിടെ ഉള്ളിലൊക്കെ ഒന്ന് പോയി നടന്ന് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടലിൻ്റെ അടുത്തേക്കൊക്കെ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് വലിയ ബോട്ടൊക്കെ വരുന്നത് കണ്ടു. അപ്പോൾ മോൻക്ക് നല്ല രസമുണ്ട് ആ ബോട്ടൊക്കെ കാണുന്നത്. ചെറിയ മോൻക്ക് 2 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവന് നല്ല ഇഷ്ടമായിട്ടുണ്ട് തോണിയും ബോട്ടും വെള്ളമൊക്കെ കണ്ടിട്ട്. അവന് താഴേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കരയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വലിയൊരു കപ്പലൊക്കെ പോകുന്നത് കണ്ട്. അത് ഇങ്ങനെ കടലിലേക്ക് പോകാൻ തോന്നുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉള്ളിൽ പോയിട്ട് ഞങ്ങളവിടെ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുമായിരുന്നു. പിന്നെ അവിടെ ഒരു കടൻ്റെ അടുത്ത് എത്തിയപ്പോൾ മോൻക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടെ ചായക്കടയിൽ നിന്ന് പഴംപൊരിയും ചായയും ഒക്കെ കഴിച്ചിരുന്നു. പിന്നെ കാടമുട്ട മോൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം മസാല ഇട്ട കാടമുട്ടയൊക്കെ വാങ്ങി. പിന്നെ അപ്പുറത്ത് ഉപ്പിലിട്ട കട കണ്ടപ്പോൾ അവൾ അവിടുന്ന് മാങ്ങയും നെല്ലിക്കയൊക്കെ വാങ്ങി. നല്ല സുർക്ക ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉപ്പിലിട്ടത് വല്ലാണ്ട് ഇഷ്ടമല്ല. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മോൻക്ക് ബീച്ചിൽ കളിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവനിങ്ങനെ മെല്ലെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ളത് നോക്കി പോകുന്നുണ്ട്. പക്ഷെ വലിയപ്പോൾ കൂടെ ഉള്ളതുകൊണ്ട് വലിയ പേടിയാണ്. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ
കുറച്ച് സമയം അവിടെ നിന്നിട്ടിങ്ങനെ കണ്ട്. ഉപ്പിലിട്ട മാങ്ങ. ആ ആ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും ചിക്കനൊക്കെ വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻസിൽ അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ എനിക്ക് മോണിറ്റൈസ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.